ഇനി അടുത്തത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സി പ്രോഗ്രാമിങ്ങിലെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ സി പ്രോഗ്രാമിൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് 3 ഉണ്ട്. അതിലെ ഫസ്റ്റ് വണ്ണാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു കണ്ടീഷൻസ് വെച്ചിട്ട് ചിലപ്പോൾ നമ്മളിപ്പോഴൊക്കെ പ്രോഗ്രാം എന്ന് വെച്ചാൽ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം 1 by 1 ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെയും എക്സിക്യൂട്ട് ചെയ്ത് ലാസ്റ്റ് വരെ പോകും. ചില സ്ഥലത്തുണ്ട് ചില സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യേണ്ട, ഒരു കണ്ടീഷൻ വെച്ചിട്ട് മാത്രം അത് ട്രൂ ആണെങ്കിൽ മാത്രം സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്താൽ മതി. ചില സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് സ്കിപ്പ് ചെയ്ത് തരാം. അങ്ങനത്തെ ഉള്ളതാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് പറയണമെന്ന് വെച്ചാൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ചില സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ത് ചെയ്യണം, നമുക്ക് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. സോ അതിനെയാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് വെച്ചാൽ അൺകണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു കണ്ടീഷനൊന്നും വെക്കാതെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലോട്ട് പോകുന്നതാണ്, പർട്ടിക്കുലർ പോയിന്റിലോട്ട് പോകുന്നതാണ് അൺകണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് സി പ്രോഗ്രാമിങ്ങിലുള്ളത്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ പെട്ടേക്കണാണ് സിമ്പിൾ ഇഫ്, അതുപോലെ തന്നെ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ അടുത്തത് നെസ്റ്റഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, എൽസ് ഇഫ് ലാഡർ, പിന്നെ അടുത്തത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഇതെല്ലാം കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനുസരിച്ചിട്ടാണ്. സിമ്പിൾ ഇഫ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ ഒരു അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാനുണ്ടാവും. അങ്ങനെ സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയണത്. പിന്നെ ട്രൂ അല്ലെങ്കിൽ എന്നുള്ള കണ്ടീഷൻ ചെയ്യാനുണ്ടാവില്ല. പിന്നെ ഇഫ് എൽസ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ ഉണ്ടാവും, അത് ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ വേറെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യാം. നെസ്റ്റഡ് ഇഫ് എൽസ് ആണെങ്കിൽ ഒരു ഇഫിൻ്റെ ഉള്ളിൽ വേറൊരു ഇഫ് എൽസും കൂടി ഉണ്ടെങ്കിൽ, അതായത് ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ അതിനനുസരിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണ്ടാവും. പിന്നെ എൽസ് ഇഫ് ലാഡർ ആണെങ്കിൽ ഒരു ലാഡർ വൈസ് ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ, അതായത് ഒരു കണ്ടീഷൻ ട്രൂ ആണോ നോക്കി, ട്രൂ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ, അതും അല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ, അതല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ, അങ്ങനെ ഒരു ലാഡർ സൈസിലുണ്ടാകും ഒരു കണ്ടീഷൻ ചെക്കിങ്. ഇനി സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ നമ്മുടെ സ്വിച്ച് പോലെ ഒരു വാല്യൂ റിസീവ് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് കേസസ്, കുറേ കേസ് അവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും, അതിന് കറസ്പോണ്ടിങ് കേസസ് മാത്രമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. അതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതത്രയാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഫോർ ലൂപ്പ്, അതായത് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യാനാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് ഫോർ ലൂപ്പ്, അതായത് നമ്മളൊന്ന് ഇനീഷ്യലൈസ് ചെയ്യും, എന്നിട്ടൊരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ആ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് വരെ അത് എക്സിക്യൂട്ട് ചെയ്യും. ഇനി അടുത്തത് വൈൽ ലൂപ്പ്, ഇതും സെയിം തന്നെ, അതുപോലെ തന്നെ ഡു വൈൽ ലൂപ്പ്. അതിൻ്റെ ഒരു ഫോർമാറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം ഉള്ളിലെല്ലാം കറക്റ്റ് തന്നെ. ഓക്കെ, അത് നമുക്ക് ഇനി അടുത്ത ഇതിൽ കറക്റ്റായിട്ട് പഠിക്കാം. ഇനി അൺകണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ. ഗോ ടു എന്ന് പറഞ്ഞാൽ ആ ഒരു ലേബിൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ലേബിൾ എവിടെയാണോ പ്രോഗ്രാമിൽ കിടക്കുന്നത് അങ്ങോട്ട് കൊണ്ടുപോകും. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഏത് ലൂപ്പിലാണോ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരും. കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ആ ലൂപ്പിൽ ഒരു ലൂപ്പിലായിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുക, അപ്പോൾ ആ ലൂപ്പിൽ അപ്പോഴത്തെ എക്സിസ്റ്റിംഗ്, അതായത് റെസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യും, ആ കണ്ടിന്യൂ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യില്ല, വീണ്ടും ലൂപ്പിലൂടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി ഐട്രേഷൻ കംപ്ലീറ്റ് ചെയ്യും. സോ അത് ഇനി ഡീറ്റെയിൽ ആയിട്ട് അടുത്തതിൽ പഠിക്കാം.